أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ റമളാനിലെ നമ്മുടെ നോമ്പുകളെയും മറ്റ് ഇബാദത്തുകളെയും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നന്മ സ്ഥാപിക്കുവാനും തിന്മ വിഭാടനം ചെയ്യുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുഴുവൻ പ്രവാചകന്മാരെയും അയച്ചത്. അല്ലാഹുവും പ്രവാചകരും മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമാണ്. പക്ഷെ അപ്പോഴും ജീവിതത്തിൻ്റെ സങ്കീർണതയെ ഇസ്ലാം വളരെ കൃത്യമായി അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നന്മ തിന്മകളുടെ വേർതിരിവുകൾ, അതിനെക്കുറിച്ചുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ, അതിനോടൊപ്പം പശ്ചാത്താപം എന്നതുകൂടി ഇസ്ലാമിലെ അധ്യാപനങ്ങളുടെ ഭാഗമായി മാറിയത്. നന്മകളും തിന്മകളുടെയും വിഷയത്തിൽ പ്രത്യേക നിർദ്ദേശമുള്ളതുപോലെ തന്നെ അതിനോടൊപ്പം അല്ലാഹു തആല ചേർത്ത് വച്ച വളരെ ലളിതമായ ഒരു ഏർപ്പാടാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. വിശ്വാസം യഥാർത്ഥത്തിൽ അല്ലാഹുമായുള്ള കരാറാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ തത്വത്തിൽ അവൻ വിശ്വാസിയായിരിക്കവേ തന്നെ അള്ളാഹുവോടുള്ള കരാറ് മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, ലാ യസ്നി സാനി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി അവൻ യഥാർത്ഥത്തിൽ വ്യഭിചാരിയായിക്കൊണ്ട്, വിശ്വാസിയായിക്കൊണ്ട് അവൻ വ്യഭിചരിക്കുന്നില്ല. വിശ്വാസിയായിക്കൊണ്ട് ഒരു സത്യവിശ്വാസി മോഷ്ടിക്കുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഒരാൾ മുഅ്മിനായിരിക്കെ തന്നെ പാപം ചെയ്യുമ്പോൾ അള്ളാഹുമായി ഏർപ്പെട്ട കരാറുമായി അവൻ മുറിഞ്ഞു പോകുന്നു എന്നതുകൊണ്ടാണ്. അള്ളാഹുവിനൊരു നിർബന്ധമുണ്ട്, നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്നും അല്ലാഹു തആലയുമായുള്ള കരാറുമായി നമ്മൾ തെറ്റിപ്പിരിഞ്ഞ ഇടത്ത് തന്നെ വെച്ച് അള്ളാഹുവുമായി ബന്ധം ചേർക്കണം എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്വൃത്തനായ ഒരു അടിമ നഷ്ടപ്പെടുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ മാനസികാവസ്ഥ ആ സന്ദർഭത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അവൻ പാപം ചെയ്തതിന് ശേഷം പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിന് ആ ദാസനെ തിരികെ കിട്ടിയതുപോലെയുള്ള അനുഭൂതി അള്ളാഹുവിന് ലഭിക്കും. മരുഭൂമിയിൽ യാത്രക്കിടയിൽ യാത്രാഭക്ഷണങ്ങളും സാമഗ്രികളും വഹിച്ച ഒട്ടകത്തെ നഷ്ടപ്പെട്ടുപോയ ഹതാശനായ ഒരു യാത്രികന് തൻ്റെ ഒട്ടകം തിരിച്ചു കിട്ടുമ്പോൾ എത്രമേൽ ആനന്ദവും സന്തോഷവുമാണോ ഉള്ളത്, അത്രയധികം ആനന്ദ നിർവൃതിയിലായിരിക്കും ഒരു അടിമ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിനുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പാപം എന്ന് പറയുന്നത് ഒരു കുമ്പസാരമല്ല. ഇനിയും പാപം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടുള്ള
പാപങ്ങൾ പൊറുപ്പിക്കലല്ല, മറിച്ച് പശ്ചാത്താപത്തിൻ്റെ ഉപാധികളും പശ്ചാത്താപത്തിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ദീനുൽ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മഗ്ഫിറത്തിൻ്റെ കാലമാണ്. റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ വിമലീകരിക്കാനുള്ള, ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള സന്ദർഭമാണ്. പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു വിശ്വാസി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവൻ ആ പാപത്തെ ന്യായീകരിക്കുന്നവനെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാറുണ്ട്. ഒരാൾ ഒരു പാപം ചെയ്തു, ആ പാപത്തിൽ നിന്ന് വിടുതി ആഗ്രഹിക്കാത്ത മനുഷ്യൻ, അതൊന്ന് പൊറുപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യൻ, അവൻ ആ പാപത്തെ ന്യായീകരിക്കുന്നവനെ പോലെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയപ്പോൾ പതിവിന് വിരുദ്ധമായി ആമീൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട സഹാബത്ത് പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, മുമ്പൊന്നും കേൾക്കാത്ത വിധം താങ്കൾ ആമീൻ പറഞ്ഞുവല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്, റമളാനുകൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പാപം പൊറുപ്പിക്കാൻ ഒരാൾക്ക് സാധ്യമല്ലാതെ വന്നാൽ അയാൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി പോവട്ടെ എന്ന് ആകാശലോകത്തെ സുൽത്താൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിവർത്തികേടുകൊണ്ട് ആമീൻ പറഞ്ഞതാണ് എന്ന് പ്രവാചകൻ പറയുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ്. പാപം ചെയ്ത് അതിൽ നിന്ന് പശ്ചാത്തപിക്കാത്ത മനുഷ്യൻ ആ പാപത്തെ ന്യായീകരിക്കുന്നവനെ പോലെയാണ്. ഉമവി അബ്ബാസി കാലഘട്ടങ്ങളിൽ ജീവിച്ച വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു ഉഹൈമീർ അസ്സഅദി എന്ന് പറയുന്ന കവി. അയാൾ കവി മാത്രമായിരുന്നില്ല, കൊള്ളക്കാരനും നല്ല ഒന്നാം തരം പിടിച്ചുപറിക്കാരനുമായിരുന്നു. ഷാമിലെ മരുഭൂമിയിൽ അയാൾ പാത്തും പതുങ്ങിയും ഇരുന്ന് ഒളിച്ചിരുന്ന് കൊള്ളയടിച്ച്, വഴിയാത്രക്കാരെ കൊള്ളയടിച്ച് ഓടി രക്ഷപ്പെടുക എന്നതായിരുന്നു ഉഹൈമീർ അസ്സഅദി എന്ന കവിയും മോഷ്ടാവുമായിരുന്ന അയാളുടെ പണി. ഒടുവിൽ സഹികെട്ട് ബസറയിലെ അമീർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിക്കുകയും എന്നാൽ അദ്ദേഹം തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. മറ്റ് കൊള്ളക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ, വളരെ സവിശേഷമായ പ്രകൃതത്തിൻ്റെ ഉടമയായിരുന്നു അൽ ഉഹൈമീർ അസ്സഅദി എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ ഒട്ടകം മോഷ്ടിക്കുന്നതിൽ അതീവ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒട്ടകമോഷണത്തിൻ്റെ വൈദഗ്ധ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് മോഷണം എന്ന് പറയുന്ന സർവരാലും അംഗീകരിക്കപ്പെടുന്ന ആ തിന്മയുടെ മനോഭാവത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള നിലപാടാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഒരു മതങ്ങളും ഒരു സമൂഹവും ഒരു നാഗരികതയും അംഗീകരിക്കാത്ത തിന്മ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മോഷണം, ആ മോഷണത്തെ തൻ്റെ ധീരതയുടെയും അഭിമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അടയാളമാക്കി കൊണ്ട് നടന്ന ആളായിരുന്നു ഉഹൈമീർ എന്ന് പറയുന്ന മനുഷ്യൻ എന്നതായിരുന്നു അയാളുടെ പ്രശ്നം. പാപങ്ങളിൽ നിന്ന് വിരമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ പാപങ്ങളെ ഒരു ധീരതയുടെയും മഹത്വത്തിൻ്റെയും അതിരടയാളമായി കൊണ്ടു നടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള പാപികൾ എന്നാണ് ഉഹൈമീർ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ 2 കവിതകളുണ്ട്. വഇന്നീ ലഅസ്തഹീ മിനല്ലാഹി അൻ ഉറ ഉജറീറു ഹബ്ലൻ ലൈസ ഫീഹി ബഈറു വഅൻ അസ്അലൽ മർഅൽ ലഈമ ബഈറഹു വബുറാനു റബ്ബി ഫിൽ ബിലാദി കസീറു. ഉഹൈമീർ അസ്സഅദി അദ്ദേഹത്തിൻ്റെ ഒട്ടകമോഷണത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതയാണിത്. എൻ്റെ കയ്യിൽ ഒട്ടകത്തെ കെട്ടുന്ന കയറുണ്ട്, ആ കയറുമായി ഞാനിങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഒരു തലയിൽ ഒട്ടകമില്ല എങ്കിൽ എനിക്കല്ല നാണക്കേട്, അതിൻ്റെ ആ തുമ്പത്ത് ഒരൊട്ടകത്തെ കെട്ടിക്കൊണ്ട് ഞാൻ നടന്നില്ല എങ്കിൽ എനിക്കല്ല അതിൻ്റെ നാണക്കേട്, അള്ളാഹുവിനാണ് അതിൻ്റെ നാണക്കേട്. എന്നിട്ട് അയാൾ പാടുന്നു, നാട്ടിൽ എത്രയോ എത്രയോ ഒട്ടകങ്ങളുണ്ട്, എന്നിട്ട് ആ ഒട്ടകങ്ങളെയൊന്നും എടുക്കാതെ ഒരു ഒട്ടകമില്ലാത്ത കയറുമായി ഞാൻ സഞ്ചരിക്കുക എന്ന് പറയുന്നത് എനിക്കല്ല നാണക്കേട്, എൻ്റെ റബ്ബിനാണ് നാണക്കേട്. വഅൻ അസ്അലൽ മർഅൽ ലഈമ ബഈറഹു വബുറാനു റബ്ബി ഫിൽ ബിലാദി കസീറു. ഞാൻ അതുകൊണ്ടാണ് മോഷ്ടിക്കുന്നത്,
അതുകൊണ്ട് മാത്രമാണ് ഞാൻ മോഷ്ടിക്കുന്നത്. എൻ്റെ മോഷണത്തിൻ്റെ ന്യായീകരണം പടച്ചവന് നാണം വരാതിരിക്കാൻ ആണ് എന്ന് പാടിയ കവിയായിരുന്നു ഉഹൈമീർ അസ്സാദി. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും പടച്ചവൻ്റേതാണ്. പടച്ചവൻ്റെ സ്വത്ത് എടുക്കണമെങ്കിൽ എനിക്ക് ആരുടെയും ആവശ്യമില്ല. ആരുടെ ഒട്ടകമാണോ എനിക്ക് വേണ്ടത്, ആ ഒട്ടകവുമായി ഞാൻ കടന്നു കളയും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. വളരെ വിചിത്രമായിട്ടുള്ള, ഒരുപക്ഷെ തെറ്റുകളോടും കുറ്റങ്ങളോടുമുള്ള ഒരു മനുഷ്യൻ്റെ അങ്ങേയറ്റത്തെ നിസാരമായിട്ടുള്ള ഒരു മനോഭാവത്തെയാണ് ഉഹൈമീർ സാദി പറയുന്നത്. ഫൽസഫത്തു തബ്രീർ. നമ്മളൊക്കെ പരിശുദ്ധ റമളാനിൽ നിൽക്കുമ്പോൾ പോലും, പാപകർമ്മങ്ങളെ ഒഴിവാക്കുന്നതിനും വിമലീകരിക്കുന്നതിനും വ്രതമെടുക്കുമ്പോൾ പോലും ഏതൊക്കെ പാപങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന ആലോചനയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഖുത്ബയിലൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഫൽസഫത്തു തബ്രീർ, ന്യായീകരണത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് നമുക്ക് ഉഹൈമീറിൻ്റെ ഒട്ടകമോഷണത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ തത്വശാസ്ത്രം മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ കുറ്റകൃത്യങ്ങളെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ഏതോ കാലത്ത് ജീവിച്ച ഉഹൈമീർ അല്ല. നമ്മളൊക്കെയും പല പാപങ്ങളുടെ വിഷയത്തിലും നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലേ ചില പാപകർമ്മങ്ങളെ നമ്മളും സമീപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ 2 കഥാപാത്രങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ കഥാപാത്രം ആദിമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. രണ്ടാമത്തേത് ഇബ്ലീസ് ലഅനത്തുല്ലാഹിയാണ്. ഇബ്ലീസിനെയും ആദമിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 പേരും തെറ്റ് ചെയ്തു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇബ്ലീസും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇബ്ലീസിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകമുണ്ട്. എന്താണ് ആദമും ഇബ്ലീസും തമ്മിലുള്ള വ്യത്യാസം? വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. വഅസ ആദമു റബ്ബഹു ഫഗവ സുമ്മ ജതബാഹു റബ്ബുഹു ഫതാബ അലൈഹി വഹദ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തെറ്റ് ചെയ്തു. അദ്ദേഹം ആ തെറ്റിനെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പശ്ചാത്താപ പ്രാർത്ഥന മാനവ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തെറ്റിൻ്റെ പ്രത്യേകത. അള്ളാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഅസ ആദമു റബ്ബഹു, ആദം തൻ്റെ റബ്ബിനോട് തെറ്റി. ഫഗവ, അദ്ദേഹം അതിക്രമിയായി മാറി. സുമ്മജ്തബാഹു റബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഫതാബ അലൈഹി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു. വഹദ, അദ്ദേഹത്തിന് നേർമാർഗം ലഭിച്ചു. ആദം അലൈഹിസ്സലാം പാപം ചെയ്ത് പശ്ചാത്തപിച്ചിട്ടാണ് വളർന്നു വലുതായത് എന്ന് ഖുർആൻ. ആദമിൻ്റെ സംഭവം പറയുന്നതിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കഥയാണ് ഇബ്ലീസിൻ്റെ കഥ. വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് ലം യകും മിനസ് സാജിദീൻ. ആദം തെറ്റ് ചെയ്തതുപോലെ ഇബ്ലീസും തെറ്റ് ചെയ്തു. അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, താങ്കൾ ആദമിന് സുജൂദ് ചെയ്യണം. ഉസ്ജുദൂ ലി ആദം, താങ്കൾ ഇബ്ലീസിന് ആദമിന് സുജൂദ് ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലം യകും മിനസ് സാജിദീൻ, ഒരിക്കലും ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. അല്ലാഹു തആല ഇബ്ലീസിനോട് ചോദിച്ച ചോദ്യം, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക്, താങ്കൾ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? ഞാൻ നിന്നോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തേ നീ സുജൂദ് ചെയ്തില്ല? ഇബ്ലീസ് പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ കാണാം. ഖാല അന ഖൈറും മിൻഹു, ആദമിനേക്കാൾ മഹത്വം എനിക്കാണുള്ളത്, ആദമിനേക്കാൾ മികച്ചവൻ ഞാനാണ്. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, നീ ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. അതുകൊണ്ട് ആദമിനേക്കാൾ മഹത്വമുള്ളത് മണ്ണിനേക്കാൾ മഹത്വമുള്ള തീ എന്ന പോലെ ഞാനാണ് എന്ന് ഇബ്ലീസ് അള്ളാഹുവിൻ്റെ അടുക്കൽ വാദിക്കുകയും തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പാപങ്ങളുടെ വിഷയത്തിൽ ആദമിൻ്റെ കൂടെയാണോ നാം നിൽക്കുന്നത്? നമ്മുടെ പാപങ്ങളുടെ വിഷയത്തിൽ ആദമിൻ്റെ കൂടെയാണോ നാം നിൽക്കുന്നത്? തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിച്ച് പശ്ചാത്തപിച്ച
അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസനായി മാറിയ ആദമിൻ്റെ കൂടെയാണോ, അതല്ല അഹങ്കാരത്തോടുകൂടി വിസ്മൃതി കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അഭിമാനബോധം കൊണ്ട്, തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അട്ടിയൊടിപ്പിക്കപ്പെട്ട പിശാചിൻ്റെ കൂടെയാണോ, ആ സമീപനമാണോ തെറ്റുകളോട് നമുക്കുള്ളത് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയൊരു ആലോചനയാണ്. വിശുദ്ധ ഖുർആൻ തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് 2 പദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മുഖ്തി എന്നാണ്. വിശുദ്ധ ഖുർആൻ തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് ഉപയോഗിച്ച 2ാമത്തെ പദം ഖാത്തി എന്നാണ്. ഒന്നാമത്തെ പദം മുഖ്തി എന്നാണ്, 2ാമത്തെ പദം ഖാത്തി എന്നാണ്. മുഖ്തി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുകയും ചെയ്ത തെറ്റ് അംഗീകരിക്കുകയും ചെയ്യുന്നവനെ സൂചിപ്പിക്കുന്നതിനാണ് ഖുർആൻ അൽ മുഖ്തി എന്ന് സൂചിപ്പിച്ചത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വിശുദ്ധ ഖുർആനിൽ വളരെ ഹൃദ്യമായി ഒരു ദുആ കാണാൻ കഴിയും. പശ്ചാത്തപിക്കുന്നവർക്ക്, ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നവർക്ക് അല്ലാഹു തആല പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങൾ മറന്നു ചെയ്തത്, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്ത പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നീ വഹിപ്പിച്ച ഭാരങ്ങളൊന്നും ഞങ്ങളെ നീ ഏൽപ്പിക്കല്ല റബ്ബേ. വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് ഏൽക്കാൻ കഴിയാത്തതൊന്നും ഞങ്ങളുടെ തലയിൽ നീ ഏൽപ്പിക്കല്ല പടച്ചവനെ. വഗ്ഫു അന്നാ, നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. വഗ്ഫിർ ലനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ. വർഹംനാ, നീ കരുണ ചെയ്യണമേ. ഇൻ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ യജമാനനായ അല്ലാഹുവേ, സത്യനിഷേധികൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ. പടച്ചവനെ, ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന മനസ്സ്, ഈ മനസ്സ് മുഖ്തിൻ്റെതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ഖാത്തിൻ്റെ മനസ്സ്, വിശുദ്ധ ഖുർആൻ 2ാമതായി ഉപയോഗിച്ച തെറ്റ് ചെയ്യുന്നവർക്ക് സൂചിപ്പിക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച അൽ ഖാത്തി, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ബോധപൂർവം തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്തതിന് ശേഷം ആ തെറ്റിനെ ന്യായീകരിക്കുകയും ചെയ്തു എന്നതായിരുന്നു അവരുടെ പ്രശ്നം. വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, അവർക്ക് നരകത്തിൽ ചീഞ്ചലമല്ലാതെ മറ്റൊന്നും അവർക്ക് ഭക്ഷണമായിട്ടുണ്ടാവില്ല. ആരാണത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്? ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ, ഈ ഖാത്തിൻ്റെ മനസ്ഥിതിയുള്ള, ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച ഇബ്ലീസിൻ്റെ മനോഭാവമുള്ള ആളുകളുടെ അവരുടെ ഭക്ഷണമാണത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തിലുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഖാലത്തിൽ യഹൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ, ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഞാൻ തറാവീഹ് നമസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ ആവുന്നത്ര അമലുകൾ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ പാപങ്ങൾ പടച്ചവൻ അത് ചോദിക്കാതെ തന്നെ പുറത്തു തരും എന്ന മാനസികാവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ യഹൂദന്മാരുടെ നിലപാടിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, യഹൂദർ അവർ തെറ്റുകളെ ന്യായീകരിക്കുമായിരുന്നു. തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമല്ല, ആ തെറ്റിനെ ന്യായീകരിക്കുകയും അഭിമാനബോധത്താൽ പശ്ചാത്തപിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്ത യഹൂദികൾ, അവരുടെ വർത്തമാനം വഖാലത്തിൽ യഹൂദു, ജൂതന്മാർ പറയുന്നു, നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ തോന്നിയതൊക്കെ ഞങ്ങൾ ചെയ്യും. അതവരുടെ ന്യായീകരണമായിരുന്നു. ആ ന്യായീകരണത്തിന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ, നിങ്ങളുടേത് ഒരു ന്യായീകരണം മാത്രമാണ്, നിങ്ങൾ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഈ വാദം പൊളിയാണ്. യഗ്ഫിറു ലിമൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വയുഅദ്ദിബു മൻ യശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക ആളുകളാണ് എന്ന ഒരു പരിഗണനയും എൻ്റെ അടുത്ത് പ്രസക്തമല്ല എന്ന് ജൂതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിൽ കാണാം.
പശ്ചാത്താപത്തിൻ്റെ മനസ്സ് രൂപപ്പെടുക എന്നതാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള മനസ്സും മാനസികാവസ്ഥയും രൂപപ്പെടുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. മുനാഫിക്കുകൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. തബൂക്ക് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ സൂറത്ത് തൗബയിൽ നമുക്കത് കാണാം. ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്. ജദ്ദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന മനുഷ്യനെയാണ് മുഫസ്സിറുകൾ ആ സന്ദർഭോചിതമായി അവിടെ ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് തബൂക്കിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് വേണ്ടി കൽപ്പിച്ചു. ജദ്ദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഇന്നിംറഉൻ സാഹിബ നിസാ, സ്ത്രീകളെ കണ്ടാൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. യാ റസൂലല്ലാഹ്, ഇന്നിംറഉൻ സാഹിബ നിസാഇൻ, സ്ത്രീയുടെ വിഷയത്തിൽ പ്രത്യേകമായ ദൗർബല്യമുള്ള മനുഷ്യനാണ് ഞാൻ. മത്താ അറാ നിസാ ബനിൽ അസ്ഫർ അഫ്തതിനു ഫഅ്ദൻ ലീ വലാ തഫ്തിന്നി, പ്രവാചകരെ, റോമിലെ സ്ത്രീകളെ കണ്ടാൽ എൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് വരുന്നില്ല നബിയെ. ലാ ഫഅ്ദൻ ലീ, എനിക്ക് വീട്ടിലിരിക്കാൻ അനുവാദം തരണം. വലാ തഫ്തിന്നി, താങ്കൾ എന്നെ ബോധപൂർവം കുഴപ്പത്തിൽ ചാടിക്കരുത്. ജദ്ദ് ബിൻ ഖൈസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു ന്യായമായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കൽ മാരകമായ അപരാധമായി കണ്ടിരുന്ന ഒരു കാലത്ത് ജദ്ദ് ബിൻ ഖൈസ് തൻ്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ന്യായം ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇടപെടുന്നുണ്ട്. വമിൻഹും മൻ യഖൂലു ദല്ലി വലാ തഫ്തിന്നി, പ്രവാചകരെ, ചില ആളുകളുണ്ട് താങ്കളുടെ അടുത്തവർ വരും, വന്നിട്ട് അനുവാദം ചോദിക്കും, എന്നെ ഫിത്നയിൽ അകപ്പെടുത്തരുത്, എന്നെ വീട്ടിൽ കുത്തിയിരിക്കാൻ അനുവാദം തരണം എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അലാ ഫിൽ ഫിത്നതി സഖതു വ ഇന്ന ജഹന്നമ ലമുഹീതത്തും ബിൽ കാഫിരീൻ, അവർ ഫിത്നയിലാണ് വീണിരിക്കുന്നത്, തീർച്ചയായിട്ടും നരകം അവരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ജദ്ദ് ബിൻ ഖൈസിനെ അയാളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. തെറ്റുകളിൽ നിന്ന് വിസമ്മതം കാണിക്കാത്ത മനുഷ്യൻ, തൗബയുടെ മനസ്സില്ലാത്ത മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ ന്യായീകരണ തൊഴിലാളികളാണ്, അവർ ഫിത്നയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഭീരുക്കളാണ് തങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നത്. ഭയമില്ലാത്ത ആളുകൾ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അംഗീകരിക്കാൻ അവർക്ക് വിസമ്മതമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ ഈ സന്ദർഭത്തിലൂടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അറബികൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അത്രേ, അൽ ഇഅ്തിറാഫു ബിൽ ഖതഇ ഫളീല, തെറ്റിനെ അംഗീകരിക്കാൻ ഒരാൾക്ക് നല്ല മനസ്സുണ്ടാവുക എന്നത് ഒരാളുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടയാളമാണ് എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു. തെറ്റ് അംഗീകരിക്കുക അത് ധീരതയുടെ അടയാളമാണ്, അത് ഒരാളുടെ മഹത്വത്തെ കുറിക്കുന്ന വാചകമാണ്, ഫളീലത്താണ്, ഒരാളുടെ ശ്രേഷ്ഠ ഗുണമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് സംവദിക്കുന്നതിന് വേണ്ടി ആ സന്ദർഭത്തിൽ സംവാദത്തിനിടയിൽ മൂസാ നബിയോട് ഫറോവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുന്നതിനു വേണ്ടി ഫറോവ ഉന്നയിക്കുന്ന ചോദ്യം, മൂസ, താങ്കളല്ലേ ഒരു മനുഷ്യനെ നിർദാക്ഷിണ്യം നിഷ്കരുണം അടിച്ചു കൊന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംവദിക്കാൻ പോയ ആദ്യ സന്ദർഭത്തിൽ ഫിർഔൻ തൊടുത്തുവിട്ട ചോദ്യമാണ്. ഒരു മനുഷ്യനെ ഒരുപക്ഷെ കൊലയാളി എന്ന് വിളിച്ചാൽ ഒന്ന് താഴ്ന്നു പോയേക്കാവുന്ന ആ ചോദ്യത്തിന് മുന്നിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനൽ ളാലിൻ, അതെ, ഒരു കൊലപാതകം എന്നിൽ നിന്ന് സംഭവിച്ചു എന്നത് ശരിയാണ്, എനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് ഫിർഔന്റെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിക്കുന്ന ഒരു മനസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾക്ക് മുമ്പിൽ സംഭവിച്ചു പോയല്ലോ റബ്ബേ, പറ്റിപ്പോയല്ലോ അള്ളാഹുവേ എന്ന ഒരു മാനസികാവസ്ഥ ഒരാൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് തൗബയുടെ മനസ്സാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു, അബൂ ലുബാബയുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിൽ തൗബയുടെ മനസ്സുകൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു സഹാബിയെ കാണണമെങ്കിൽ അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ ഖുറൈളയിലേക്ക് ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിക്കുകയാണ്. ബനൂ ഖുറൈള മുസ്ലിം ഉമ്മത്തിനോട്
ഒരുപാട് കരാറുകൾ ചെയ്ത ഒരു യഹൂദ ഗോത്രമായിരുന്നു. കരാറുകളൊക്കെയും അവർ ലംഘിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളയെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തി. 15 ദിവസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളയെ ഉപരോധിച്ചു. അവർക്ക് ഭക്ഷണമില്ല. ആകെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും കഴിഞ്ഞുകൂടുകയാണ് ബനൂ ഖുറൈള. അവസാനം പരാജിതരായി നിരാശപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സന്ധി ചെയ്യുന്നതിന് അവർ നിർബന്ധിതരായി. അവർക്ക് സന്ദേശം അയച്ചുകൊണ്ട് സന്ധിക്ക് വേണ്ടി താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയക്കണമെന്ന് അവർ ഒരാളെ വിട്ട് അയച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സന്ധി സംഭാഷണത്തിന് ബനൂ ഖുറൈള ശ്രമിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ യഹൂദന്മാർ തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് അബൂ ലുബാബ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അബൂ ലുബാബ ജാഹിലിയത്തിൽ ബനൂ ഖുറൈളയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അബൂ ലുബാബയുടെ ബന്ധം ജാഹിലിയത്തിൽ യഹൂദ സമൂഹത്തിൻ്റെ ബനൂ ഖുറൈളയുടെ സഖ്യകക്ഷിയിൽപ്പെട്ട ആളായിരുന്നു അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു. അവിടെയുള്ള അക്രമികളെ കൊല ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ച സന്ദർഭത്തിലായിരുന്നു ബനൂ ഖുറൈള അബൂ ലുബാബയെ തങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ധി സംഭാഷണത്തിന് ശ്രമിക്കുന്നത്. മുസ്ലിമീങ്ങളെ ക്രൂരമായി വേരോടെ പിഴുതെറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ആരെ കൂട്ടുപിടിച്ചും ജൂതന്മാർ ആ സന്ദർഭത്തിൽ നടത്തിപ്പോന്നിരുന്നത്. അതുകൊണ്ട് ജൂതന്മാരെ കൊന്നുകളയണമെന്നായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായി അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു ബനൂ ഖുറൈളയിൽ എത്തുകയാണ്. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ മുമ്പിൽ വന്നു നിന്ന സന്ദർഭത്തിൽ അബൂ ലുബാബയുടെ മനസ്സിൽ വല്ലാത്ത സഹതാപ തരംഗമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മരവിച്ചു പോയി എന്ന് മാത്രമല്ല, ഉള്ളു കലങ്ങിപ്പോയ അദ്ദേഹത്തോട് അവർ ചോദിച്ചു, വഖാലു യാ അബാ ലുബാബ അതറ അൻ നൻസില അലാ ഹുക്മി മുഹമ്മദ്, അല്ലയോ അബൂ ലുബാബ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി അംഗീകരിക്കണം എന്നതാണോ താങ്കളുടെ അഭിപ്രായം? പ്രവാചകന്റെ വിധി നടപ്പിലാക്കണം എന്ന അഭിപ്രായമാണോ അബൂ ലുബാബ താങ്കൾക്കുള്ളത്? പഴയ സഖ്യകക്ഷിത്വത്തിൻ്റെ ആ ബന്ധം വെച്ചുകൊണ്ടാണ് ബനൂ ഖുറൈളയിലെ ആളുകൾ, സ്ത്രീജനങ്ങൾ, കുഞ്ഞുങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അബൂ ലുബാബ തൻ്റെ കഴുത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അബൂ ലുബാബ പറഞ്ഞു, കൊന്നു കളഞ്ഞേക്കണം നിങ്ങളെ എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമരഹസ്യമാക്കി വെച്ച കൊന്നുകളയുക എന്ന തീരുമാനം യഥാർത്ഥത്തിൽ അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ അറിയാതെ, സഹാബാക്കൾ അറിയാതെ, മുസ്ലിം ഉമ്മത്ത് അറിയാതെ ബനൂ ഖുറൈളയിൽ പോയി വെളിപ്പെടുത്തിപ്പോയല്ലോ എന്ന കുറ്റബോധം ആ സന്ദർഭം മുതൽ അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. മുസ്ലിം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു രഹസ്യം, ആളുകളുടെ സഹതാപ തരംഗത്തിൽ മുങ്ങിപ്പോയി അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൈവിട്ടുപോയ ആ രഹസ്യ വർത്തമാനം അവർക്ക് ചോർത്തിക്കൊടുത്തതിലുള്ള കുറ്റബോധം അദ്ദേഹത്തെ ഭരിക്കുകയാണ്. ആ സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഫവല്ലാഹി മാ സാലത് ഖദമായ മിൻ മക്കാനിഹിമ, ആ വർത്തമാനം കൊന്നുകളയണം എന്നാണ് പ്രവാചകന്റെ തീരുമാനമെന്ന വർത്തമാനം ഞാൻ അവരിലേക്ക് പറഞ്ഞു കൊടുത്ത ആ സന്ദർഭത്തിൽ തന്നെ എൻ്റെ കാലുകൾ എനിക്ക് ഭൂമിയിൽ ഉറച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പ്രവാചകന്റെ ഒരു രഹസ്യമാണ് ഞാൻ ബനൂ ഖുറൈളയ്ക്ക് ചോർത്തിക്കൊടുത്തത്. ഞാൻ വിറച്ചുകൊണ്ടേയിരുന്നു. ഹത്താ അറഫ്തു അന്നീ ഖദ് ഖുൻതുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഞാൻ വഞ്ചിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തെറ്റ് സംഭവിച്ച അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ നിന്നില്ല. തനിക്ക് സംഭവിച്ച തെറ്റ് അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് ബനൂ ഖുറൈളയിൽ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിലേക്കാണ്. ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ കാണാം, ഫറബത നഫ്സഹു ബിസാരിയത്തിൽ മസ്ജിദി, അദ്ദേഹം തൻ്റെ ശരീരത്തെ സ്വയമായി മദീനത്തെ പള്ളിയിലെ തൂണിൽ കെട്ടിയിടുകയാണ്. വഹലഫ അല്ലാ യഹില്ലഹു ഇല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനല്ലാതെ ഈ കെട്ടഴിക്കരുത്. പ്രവാചകന്റെ പള്ളിയിൽ വന്ന് ഒരു തൂണിൽ തൻ്റെ ശരീരം ബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വർത്തമാനമാണ്, ലാ അബ്റഹു മക്കാനി ഹാദാ ഹത്താ യതൂബല്ലാഹു അലയ്യ മിമ്മാ സനഅതു, ഞാൻ ചെയ്ത തെറ്റ് അല്ലാഹു തആല പുറത്തു തരുന്നതുവരെ
ഈ തൂണിൽ നിന്ന് ഞാൻ പുറത്തു കടക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും അബൂലുബാബയെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു സഹാബി വനിത കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട്, അബൂലുബാബ താങ്കളുടെ മദീനത്തെ മുനവ്വറയിലെ പള്ളിയിൽ അവിടുത്തെ തൂണിൽ സ്വയം ബന്ധിതനായി കഴിഞ്ഞുകൂടുന്നു നബിയെ, എന്താണ് കാരണമെന്നറിയില്ല, അദ്ദേഹം അവിടെ സ്വയം തൂണിൽ ബന്ധിതനായി കിടപ്പുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് വന്നിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അമാ ഇന്നഹു ലൗ ജിതനി ലസ്തഗ്ഫർതു ലക്, താങ്കൾ നേരിട്ട് എൻ്റെ അടുക്കൽ വന്നിരുന്നെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരുപക്ഷെ അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി ഞാൻ അർത്ഥിച്ചേനെ. അമാ ഇത് ഖദ് ഫഅല മാ ഫഅല ഫമാ അന ബില്ലദീ ഉത്ലിഖുഹു മിൻ മകാനിഹി ഹത്താ യതൂബ അല്ലാഹു അലൈഹി. പക്ഷേ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം വരുന്നതുവരെ, അള്ളാഹുവിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപനം വരുന്നതുവരെ ഞാനിതിൽ ഒരു തീരുമാനവും എടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂലുബാബയോട് പറയുന്നുണ്ട്. 7 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതെ സ്വയം തൂണിൽ ബന്ധിതനായി അബൂലുബാബ തൻ്റെ കുറ്റത്തെക്കുറിച്ചോർത്ത്, തൻ്റെ പാപത്തെക്കുറിച്ചോർത്ത് പ്രവാചകൻ അറിയാതെ ഒരു രഹസ്യം ചോർത്തിക്കൊടുത്തതിൻ്റെ കുറ്റബോധത്താൽ അദ്ദേഹം ആ തൂണിൽ ബന്ധിതനായി കിടന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നമസ്കാരത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ കെട്ടഴിച്ചു വിടും. ഒരു സ്ത്രീ വന്ന് കെട്ടഴിക്കും, അദ്ദേഹത്തെ വീണ്ടും തൂണിൽ കെട്ടിയിടും. ഇങ്ങനെ 7 ദിവസത്തോളം ഈ അവസ്ഥ തുടർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കുന്നതായി വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നതുവരെയും അബൂലുബാബയുടെ നിലപാടിതായിരുന്നുവെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മാഇസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വ്യഭിചരിച്ചതിൻ്റെ പേരിൽ പ്രവാചക സദസ്സിൽ വന്ന് തൻ്റെ റജ്മ് ശിക്ഷ ഏറ്റുവാങ്ങുന്ന, കല്ലെറിഞ്ഞു കൊന്ന് ശിക്ഷ വാങ്ങിയ മാഇസ് റളിയല്ലാഹു തആലയുടെ ചരിത്രം നമുക്കറിയാം. കുറ്റബോധം ഒരാളെ എത്രമേൽ പശ്ചാത്താപത്തിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട്, പാപം ചെയ്യുന്നത് പശ്ചാത്താപത്തിന് എത്ര പ്രേരകമായി മാറേണ്ടതുണ്ട് എന്നതിൻ്റെ 100 കണക്കിന് ചരിത്രങ്ങൾ സഹാബെ കിറാബുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. തെറ്റുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തെറ്റുകൾ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്നതാണ് പ്രധാനം. ഒരാൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ആ തെറ്റുകളെ ന്യായീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സലഫുകൾ പറയാറുള്ള ഒരു വാചകമുണ്ട്, അൽ ഖതഉൽ അവ്വലു ഹുവൽ ഖതഉൽ അഖീർ. ആദ്യം സംഭവിക്കുന്ന തെറ്റ്, അത് ഒന്നാമതായി സംഭവിക്കുന്ന തെറ്റ്, അതിനെ അവസാനത്തെ തെറ്റാക്കി മാറ്റാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ നസൂഹായ തൗബ ഒരാൾക്ക് ചെയ്യാൻ കഴിയുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബയുടെ ഭാഗത്ത് പാപകർമ്മങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ആദമിൻ്റെ കൂടെയാണോ, അതല്ല അബൂലുബാബയുടെ കൂടെയാണോ, ആദമിൻ്റെ കൂടെയാണോ, അതല്ല ഇബ്ലീസിൻ്റെ കൂടെയാണോ, ഒട്ടകമോഷണത്തിൽ വിദഗ്ധമായി ഒട്ടകമോഷണം നടത്തി ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ഉഹൈമീറിൻ്റെ കൂടെയാണോ പാപവുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാടുള്ളത് എന്ന് പരിശോധിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമളാനിലെ 2ാമത്തെ 10 നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. റമളാനിൽ മാത്രമാണോ മഗ്ഫിറത്തിന് ചോദിക്കേണ്ടുന്നത്? അല്ല. റമളാനിൽ മാത്രമാണോ നരകവിമോചനത്തെ പ്രാർത്ഥിക്കേണ്ടുന്നത്? അല്ല എന്നാണ്. പക്ഷേ പരിശുദ്ധ റമളാനിൽ മഗ്ഫിറത്തിനെയും നരകവിമോചനത്തിനും വേണ്ടി അള്ളാഹുവിനോട് അർത്ഥിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹുവില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ നിന്നോട് പാപമോചനത്തെ അർത്ഥിക്കുന്നു. വ അസ്അലുകൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, ഞാൻ നരകത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനയായിരിക്കണം ഈ റമളാനിൽ ഈ 4 നിലപാടുകളെ ചേർത്ത് വെച്ചുകൊണ്ട്, ഷഹാദത്തും മഗ്ഫിറത്തും സ്വർഗവും നരകവും മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുകയും പരിശുദ്ധ റമളാൻ വലിയ മഗ്ഫിറത്തിൻ്റെ കാരണമാകുന്ന ഒരു റമളാനാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.